ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെയാണെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും വീണ വിജയന്റെ ആരോപണങ്ങൾ. ഇതിൽ നിന്ന് തലയൂരാൻ പറ്റാത്തത്ര ഒരു സ്ഥിതിവിശേഷത്തിലാണ് LDF നിൽക്കുന്നത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ മുതലെടുക്കേണ്ടത് UDF ആയിരുന്നു. പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല. ഇവിടെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് മോദി പിണറായി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ SFIO അന്വേഷണം വന്നത്, ഇല്ലെങ്കിൽ EDയോ CBIയോ വരേണ്ടതാണ്. അപ്പോൾ ഒരു രാഷ്ട്രതന്ത്ര വിദഗ്ധൻ എന്ന രീതിയിൽ ഈ ഒരു ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ നോക്കിക്കാണുമ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് നടക്കുന്നുണ്ടോ? പല ആൾക്കാരും അത് സംശയദൃഷ്ടിയോടുകൂടി പറയുന്നുണ്ട്. ഒന്ന്, BJPയുടെ പ്രസൻസ് തന്നെ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFന് കാര്യമായ ദോഷം ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈ അഴിമതി ആരോപണം, അത് താങ്കൾ പറഞ്ഞതിനകത്ത് വളരെ വസ്തുതയുണ്ട്. ഇത്രത്തോളം ആന്റി ഇൻകംബൻസി വളർന്നു വന്നൊരു സാഹചര്യമില്ല. പക്ഷെ അത് മുതലെടുക്കാൻ UDFന് കഴിയുന്നില്ല. UDFന്റെ അനൈക്യം കാരണം, കോൺഗ്രസിനകത്തുള്ള ലീഡർഷിപ്പ് ക്രൈസിസ് കാരണം അവർക്കത് വേണ്ട രീതിയിൽ ഒരു മുതലെടുക്കാൻ കഴിയുന്നില്ല. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ, എന്നാൽ അൾട്ടർനേറ്റീവ് ലീഡർഷിപ്പിൽ മുന്നണിയിൽ ഒരു LDFന് ബദലായി BJP വളരുന്നുമില്ല. ഈ രണ്ട് സാഹചര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. LDFന് അനുകൂലമായ ഒരു സിറ്റുവേഷൻ ഇപ്പോഴുണ്ട്. ഈ സാഹചര്യം, നാളത്തെ കാര്യങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആൾക്കാർ പലപ്പോഴും സംശയിക്കുന്നുണ്ട്, ഒരു തരം ഒരു ഇൻഡയറക്റ്റ് പരോക്ഷമായിട്ടെങ്കിലും ഒരു നീക്കുപോക്ക് CPM-ഉം BJP തമ്മിലുണ്ടെന്ന് സംശയിക്കുന്നവരുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്, കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വിരുദ്ധ ഭരണമാണ് BJP ആഗ്രഹിക്കുന്നത്. അപ്പോൾ LDF വന്നാലും സാരമില്ല, കോൺഗ്രസ് വരില്ല, കോൺഗ്രസിന് മറ്റൊരു സംസ്ഥാന ഭരണം കിട്ടരുത്. ഇക്കാര്യത്തിൽ BJPക്ക് യോജിപ്പുണ്ട്. അത് പരോക്ഷമായിട്ട് LDFന് ഗുണം ചെയ്യുന്നുണ്ട്. ഈ വസ്തുത ഒരു യാഥാർത്ഥ്യമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ LDF ഗവൺമെന്റിനെതിരെയുള്ള ആക്രമണത്തിന്റെ മുനയ്ക്ക് ശക്തിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ BJPയും മനസ്സിലാക്കാത്തത്, പശ്ചിമ ബംഗാളിനെ പോലെ ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് വളരാനുള്ള അവസരം BJP നഷ്ടപ്പെടുത്തുകയാണ്. BJPക്ക് ഒരേ സമയം LDFനെയും UDFനെയും എതിർക്കുമ്പോൾ പ്രൈമറി എനിമി എന്ന് പറയുന്നത് UDF ആണ്. എന്നാൽ UDF ഇരിക്കുന്നത് പ്രതിപക്ഷത്താണ്. അപ്പോൾ ഭരിക്കുന്ന കക്ഷിക്ക് പരോക്ഷമായ പിന്തുണ നൽകുന്നു എന്ന് പറയുന്ന ആരോപണത്തിന് കുറച്ചൊക്കെ കാമ്പുണ്ടെന്ന് ആൾക്കാർ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും ഈ രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്, ഇവിടെ കേരളത്തിൽ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ UDFന് 20 സീറ്റ് കിട്ടും. കേന്ദ്രത്തിൽ എങ്ങനെയാണെങ്കിലും കോൺഗ്രസിന്റെ 40 എന്നുള്ളത് 20-ൽ താഴെയാക്കാനാണ് മോദി സർക്കാരിന്റെ ആഗ്രഹവും. 370 അല്ലെങ്കിൽ 400+ ആക്കാൻ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കേരളത്തിലും LDFനെ സഹായിച്ചു കഴിഞ്ഞാൽ ഇവിടെ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു 5 സീറ്റിലോ 10 സീറ്റിലോ ഒതുക്കാൻ കഴിഞ്ഞാൽ അവർക്കത് വലിയ നേട്ടമാണ്. അപ്പോൾ അത് ആഗ്രഹിച്ചുകൊണ്ട് LDFനെ BJP സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തള്ളിക്കളയാൻ പറ്റില്ല. അതെ, LDFന് BJP വോട്ട് ചെയ്യില്ല, പക്ഷെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസ് വിരുദ്ധമാക്കും. ആ കോൺഗ്രസ് വിരുദ്ധമാക്കും. ഇവിടെ ഏറ്റവും ദേശീയതലത്തിൽ പ്രതിപക്ഷത്തുള്ള LDFന് ശക്തമായ വേരോട്ടമുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ലീഡർഷിപ്പുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്ത ലീഡർഷിപ്പുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, ഞങ്ങൾ വലിയൊരു സംഘടനയാണെന്നോ ദേശീയ തലത്തിൽ ശക്തിയാണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ BJPയുടെ B ടീമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ് എന്താണ്? ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് LDFിലെത്തണം. അതെത്തിക്കഴിയുമ്പോൾ മറുവശത്തുണ്ടാകുന്ന ഒരു പോളറൈസേഷൻ, അത് ഹിന്ദു വോട്ട്സിന്റെ പോളറൈസേഷൻ ആണെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോഴും അത് BJPയിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിൽ കാണേണ്ടത് LDF BJP രാഷ്ട്രീയ മത്സരമായിരിക്കും 2031-ലൊക്കെ കാണേണ്ടത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. ഇല്ലെങ്കിൽ കോൺഗ്രസ് ശക്തിയായി റീജുവനേറ്റ് ചെയ്ത് വരണം. കോൺഗ്രസ് ഇതിനേക്കാൾ മോശമായിരുന്ന സമയത്ത് കരുണാകരൻ്റെയൊക്കെ കഴിവിലാണ് ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയും ഉണ്ടായിരുന്നു. ആ ശക്തമായിട്ട് 9-ൽ നിന്നാണ് വന്നത്, 67 സീറ്റുകളായി. അവിടെ നിന്ന് കോൺഗ്രസ് കുതിച്ചുയരുകയാണ്. എപ്പോഴും ഗ്രൂപ്പിസമൊക്കെ ശക്തിപ്പെട്ടെങ്കിലും കോൺഗ്രസ് സമയാസമയമൊക്കെ ജയിക്കുമായിരുന്നു. അൾട്ടർനേറ്റീവായിട്ട് ഭരണം കിട്ടുമായിരുന്നു. ലോക്സഭയിൽ 20-ൽ 17 കിട്ടുമായിരുന്നു. ആ 17-നെ പിന്നീട് 10 കുറച്ചു, പിന്നീട് 0 അപ്പോൾ തിരിച്ച് വീണ്ടും ജനങ്ങൾ അതിനെ 19 കൊടുത്തു. ഇനിയും അത് മുതലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ മുസ്ലിം വോട്ട്സിന്റെ ഉത്തരവാദിത്വം LDF കൊണ്ടുപോയാൽ അത് UDFന് നഷ്ടമുണ്ടാകും. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ്
പിണങ്ങി നിൽക്കുന്നു, ഇല്ലെങ്കിൽ അവരെ അനുനയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലത്തെ ഒരു വികാരം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. BJP ഭരണം കേന്ദ്രത്തിൽ ഉറപ്പിച്ചു. ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ 400 സീറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും സിമ്പിൾ മെജോറിറ്റി BJPക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറമുള്ള കണക്കുകളൊക്കെ ഒരു തരംഗം വന്നാൽ, തരംഗം കാണുന്നില്ല, എന്നാൽ വലിയൊരു ആന്റി BJP ട്രെൻഡുമില്ല ഇന്ത്യയിൽ.